പപ്പടത്തിന്റെ ഗുണനിലവാരം അറിയാം ഇനി മുദ്ര ആപ്പിലൂടെ. പപ്പട നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള പപ്പടം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പപ്പടത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി പുതിയ ആപ്പ് പുറത്തിറക്കുന്നു. മുദ്ര എന്നാണ് ആപ്പിന്റെ പേര്. യഥാർത്ഥ ചേരുവകൾ ചേർത്തുള്ള പപ്പടം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെപ്മ ഈ പുതിയ സംരംഭം ആരംഭിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് നിലവാരമുള്ള ഉൽപ്പന്നം ലഭ്യമാക്കുകയും യഥാർത്ഥ പപ്പട നിർമ്മാതാക്കളെ സംരക്ഷിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കെപ്മയുടെ ജനറൽ സെക്രട്ടറി വിനോദ് പ്രാരാത്ത പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ പപ്പട യൂണിറ്റുകളിൽ നിന്നും പദ്ധതിയുടെ ഭാഗമാകാൻ താൽപ്പര്യമുള്ള 300 യൂണിറ്റുകൾ കെപ്മയുടെ ജില്ലാ കമ്മിറ്റികളുമായി കരാർ ഒപ്പിട്ടു. ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ രജിസ്ട്രേഷൻ ഉറപ്പാക്കൂ. 2 മാസം കൂടുമ്പോൾ ഗുണനിലവാരത്തിന്റെ തുടർ പരിശോധനകൾ നടത്തും. രജിസ്ട്രേഷനു ശേഷം കെപ്മയുടെ ലോഗോയും പപ്പട പാക്കറ്റിൽ ഉൾപ്പെടുത്തും. ഉപഭോക്താക്കൾക്ക് കെപ്മ പുറത്തിറക്കുന്ന മുദ്ര ആപ്പ് വഴി രജിസ്റ്റർ നമ്പർ പരിശോധിച്ച് പപ്പടത്തിന്റെ ഗുണനിലവാരം അറിയാം. മൂന്നാർ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം, വീടുകൾ കത്തിനശിച്ചു. മൂന്നാർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ വൻ തീപിടുത്തം, 10ഓളം വീടുകൾ കത്തിനശിച്ചു. മൂന്നാർ നെട്ടിക്കുഴി സെൻട്രൽ ഡിവിഷനിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. വീട്ടുപകരണങ്ങളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ വീട്ടിലുള്ളവർ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 680 രൂപ കൂടി 50,880 രൂപയാണ് ഇന്നത്തെ വില. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 6,360 രൂപയാണ് ഗ്രാമിന്. കഴിഞ്ഞ ദിവസം ചെറിയ ഇടിവ് സംഭവിച്ചെങ്കിലും 50,000-ന് മുകളിൽ തന്നെയാണ് ഇന്നും സ്വർണ്ണവില. പാചകവാതക വില കുറച്ചു. രാജ്യത്ത് പാചകവാതക വില കുറച്ചു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചത്. ഒരു വാണിജ്യ സിലിണ്ടറിന് 30.50 രൂപയാണ് കുറച്ചത്. 1,806 രൂപയായിരുന്ന 19 കിലോഗ്രാം സിലിണ്ടറിന്റെ പുതിയ വില 1,775.5 രൂപയാണ്. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഈ വർഷം ഫെബ്രുവരിയിലും മാർച്ചിലും തുടർച്ചയായി 2 വില വർധനവിന് ശേഷമാണ് വില കുറച്ചത്. ലീഗിന്റെ BJP വിരുദ്ധ നിലപാടുകളെ പുകഴ്ത്തി ബിനോയ് വിശ്വം. മുസ്ലിം ലീഗിന്റെ BJP വിരുദ്ധ നിലപാടുകളെ പുകഴ്ത്തി CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPക്ക് വേണ്ടി കാലുമാറാൻ നിൽക്കുന്ന കോൺഗ്രസ് നീക്കത്തിനോട് സന്ധി ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിലെ LDFനെതിരായ BJPയുടെ അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പിന്താങ്ങിയപ്പോഴും മുസ്ലിം ലീഗ് എതിർത്തു. പൈവളികയിൽ BJPയോടൊപ്പം നിന്ന കോൺഗ്രസിനെ എതിർത്ത ലീഗിനെ കുറ്റപ്പെടുത്താൻ CPI മണ്ടന്മാരല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ BJP വിരുദ്ധ നിലപാട് മാറാത്ത കാലം വരെ CPI എന്തിന് ലീഗിനെ വിമർശിക്കണമെന്നും അദ്ദേഹം ചോദിച്ചു. സമസ്ത ഉൾപ്പെടെ മാറുന്ന ഇന്ത്യ ഉൾക്കൊള്ളുന്ന എല്ലാ ന്യൂനപക്ഷങ്ങളും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്താങ്ങുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി.